ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാട്ടുതെക്കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സുഭാഷ് ജോലിക്ക് പോകാനായി ഒരുങ്ങിയിറങ്ങുമ്പോൾ ഉറക്കം എഴുന്നേൽക്കാതെ കിടക്കുകയാണ് നികേഷ്. സുധീഷും നിധിയും ഹോളിലുണ്ട്. സുഭാഷ് ചോദിക്കുന്നു, എടാ നികേഷ്, എന്താ നീ ഇപ്പോഴും കിടന്നുറങ്ങുന്നത്? കോളേജിൽ പോകണ്ടേ? എഴുന്നേറ്റ്. അങ്ങനെ നികേഷിന്റെ കയ്യിലേക്ക് പിടിക്കുന്ന സുഭാഷ് ചോദിക്കുന്നു, എന്താടാ ശരീരത്തിന് നല്ല ചൂട് തോന്നുന്നുണ്ടല്ലോ, നിനക്ക് നല്ല പനിയുണ്ടല്ലോടാ. ഈ സമയം സുഭാഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഫോണിൽ സംസാരിച്ചുകൊണ്ട് സുഭാഷ് പുറത്തേക്ക് പോകുമ്പോൾ സുധീഷും നിധിയും അരികിലേക്ക് വന്ന് നികേഷിന്റെ നെറ്റിയിൽ തൊട്ട് നോക്കുകയാണ്. സുധീഷ് പറയുന്നു, ഞാൻ പോയി ഗുളിക വാങ്ങിച്ചുകൊണ്ട് വരാം. നികേഷ് പറയുകയാണ്, അതിന്റെ ഒന്നും ആവശ്യമില്ല സുധീഷ് ഏട്ടാ, നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ ഇതങ്ങ് മാറും. രാത്രി ഉറങ്ങിയൊന്നുമില്ലല്ലോ, ഒരുപാട് ട്രാവൽ ചെയ്തുവല്ലേ, അതുകൊണ്ടായിരിക്കും. ഏട്ടത്തി പേടിക്കണ്ട. അങ്ങനെ നികേഷ് ഉറങ്ങാനായി കിടക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, രാവിലെ നിധി എന്താ പരിപാടി? പത്രമൊക്കെ കയ്യിലുണ്ടല്ലോ. നിധി പറയുകയാണ്, ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് നോക്കുകയായിരുന്നു. അവിടേക്ക് വന്ന സുഭാഷ് പറയുന്നു, നികേഷ്, ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, എനിക്ക് ഒരു കുഴപ്പമില്ല, സുഭാഷ് ഏട്ടൻ പോയി ജോലി നോക്ക്. സുഭാഷ് പറയുകയാണ്, നിനക്ക് നല്ല പനിയുണ്ടടാ, ഞാൻ എങ്ങനെയാടാ നിന്നെ വിട്ടിട്ട് ജോലിക്ക് പോകുന്നത്? നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഞാൻ ഇവിടെ ഇല്ലേ, സുഭാഷ് ഏട്ടൻ പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. ഉറങ്ങി എഴുന്നേൽക്കട്ടെ, ഫീവർ കുറയുന്നുണ്ടോന്ന് നോക്കാം, ഇല്ലെങ്കിൽ ടാബ്ലറ്റ് വാങ്ങിച്ചു കൊടുക്കാം. സുഭാഷ് പറയുന്നു, മോളെ, മോൾ എന്തിനാ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടുന്നത്? ഞാൻ ഇവിടെ ഉണ്ടല്ലോ. നിധി ചോദിക്കണേ, ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ സുഭാഷ് ഏട്ടാ? നികേഷ് കൈക്കുഞ്ഞൊന്നും അല്ലല്ലോ, അവൻ അവന്റെ ഇഷ്ടത്തിന് ഉറങ്ങാൻ കിടക്കുകയാണ്. ഞാൻ എന്റെ ജോലി ചെയ്യാനായും പോകുന്നു, ഞാൻ നോക്കിക്കോളാം സുഭാഷ് ഏട്ടാ. നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഏട്ടത്തെ ഇവിടെ ഉണ്ടല്ലോ, സുഭാഷ് ഏട്ടൻ ജോലിക്ക് പോകും. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, എങ്കിൽ ശരി, ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ശരിയെന്ന് നിധി പറയുമ്പോൾ നികേഷ് എന്ന് വിളിച്ച് നെറ്റിയിലും കഴുത്തിലും ഒക്കെ തൊട്ട് നോക്കുകയാണ് സുഭാഷ്. സുധീഷ് ചോദിക്കുന്നു, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്ന് തൊട്ട് നോക്കിയാൽ ചൂട് മാറുമോ? സുഭാഷ് ഏട്ടൻ ജോലിക്ക് പോകാൻ നോക്ക്. സുഭാഷ് പറയുന്നു, നികേഷ്, ഉറങ്ങി എഴുന്നേറ്റിട്ട് നന്നായിട്ട് കഴിക്കണേ, നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, നീ നന്നായി ഭക്ഷണം കഴിച്ചാൽ പകുതി പ്രശ്നം തീരും. വെള്ളം നന്നായിട്ട് കുടിക്കണം കേട്ടോ. ശരി സുഭാഷ് ഏട്ടാ നികേഷ് പറയുമ്പോൾ സുഭാഷ് പറയുന്നു, നോക്കിക്കോണേ മോളെ, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് സുഭാഷ് ജോലിക്ക് പോവുകയാണ്. നികേഷ് പറയുന്നു, ഏട്ടത്തി, ഞാൻ അകത്ത് പോയി കിടക്കാം, ഇവിടെ നല്ല വെട്ടം ഉള്ളത് കൊണ്ട് ഉറക്കം വരുന്നില്ല. നിധി പറയുന്നു, ശരിയടാ, നീ കുറച്ചു നേരം ഉറങ്ങി എഴുന്നേക്ക്, എന്നിട്ടും ചൂട് മാറിയില്ലെങ്കിൽ ഗുളിക കഴിക്കണം. ഇപ്പം ടീയോ കോഫിയോ വല്ലതും കുടിക്കുന്നോ? നികേഷ് പറയുകയാണ്, വേണ്ട ഏട്ടത്തി, അതൊക്കെ കുടിച്ചാൽ ഉറക്കം വരില്ല. സുധീഷ് പറയുന്നു, നിധി, നമുക്കവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ? നിധി പറയുകയാണ്, പനി വന്നാൽ ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോണോ? അവൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ, ചെറിയൊരു പനിയല്ലേ, നീ അകത്ത് പോയി കിടക്കടാ. സുധീഷ് പറയുന്നു, ശരിയടാ, പോയി റെസ്റ്റ് എടുക്ക്. റൂമിനകത്തുള്ള ബെഡിൽ പോയി കിടക്കുകയാണ് നികേഷ്. നിധിയെ നോക്കി സുധീഷ് മനസ്സിൽ പറയുന്നു, ഇന്ന് നിധി തനിച്ചയുണ്ടല്ലോ, ജോലിക്ക് പോകാതെ ഇവിടെ ഇരുന്ന് നിധിയോട് കുറച്ചു നേരം സംസാരിച്ചാലോ? നിധി ചോദിക്കുന്നു, സുധീഷ് ജോലിക്ക് പോകുന്നില്ലേ? സുധീഷ് പറയുന്നു, ഇന്ന് ഞാൻ പോകുന്നില്ല നിധി. നിധി ചോദിക്കുന്നു, അതെന്താ, പോകാനുള്ള റെഡി ആയതാണല്ലോ? സുധീഷ് പറയുന്നു, നിധി, നികേഷിന് വയ്യാലോ, പിന്നെ ഞാൻ എങ്ങനെയാ ജോലിക്ക് പോവുക? ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ല. നിധി പറയുന്നു, ഇത് കുറച്ച് കൂടുന്നുണ്ട്, ഞാൻ നികേഷിന്റെ കാര്യങ്ങൾ നോക്കിക്കോളാം, സുധീഷ് ജോലിക്ക് പോകും. സുധീഷ് ചോദിക്കുന്നു, നിധി, അവന് മാത്രമേ പനിയുള്ളൂ, എന്റെ ശരീരം മുഴുവൻ ആടികൊണ്ടിട്ടിരിക്കുക, നല്ല വേദനയുണ്ട് ശരീരത്തിന്. നിങ്ങൾ എല്ലാവരും വിഷമിക്കുമെന്ന് കരുതിയാ ഞാൻ പറയാത്തത്. ഷർട്ട് ഊരിയാൽ രക്തം കട്ട പിടിച്ച് കിടക്കുന്നത് കാണാം, അത്രയ്ക്ക് അടി വാങ്ങിച്ചു, വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റുമോന്ന് പോലും എനിക്കറിയില്ല. വിഷമത്തോടുകൂടി നിധി പറയുകയാണ്, ഡോക്ടറിന്റെ അടുത്ത് പോകാമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, സുധീഷ് കേട്ടില്ലല്ലോ. സുധീഷ് പറയുന്നു, സാരമില്ല, കുറച്ചു നേരം റെസ്റ്റ് എടുത്താൽ ശരിയാകും, ഞാൻ കുറച്ചു നേരം ഇവിടെ കിടന്ന് റെസ്റ്റ് എടുക്കട്ടെ. അങ്ങനെ സുധീഷ് അവിടേക്ക് കിടക്കുകയാണ്. നിധി സുധീഷിന് പില്ലോ കൊണ്ട് കൊടുക്കുന്നു. സുധീഷ് താങ്ക്സ് പറയുമ്പോൾ പുതപ്പ് എടുത്തു കൊടുക്കുകയാണ് നിധി. ശേഷം നിധി അവിടെ ഇരുന്ന് പത്രം നോക്കുമ്പോൾ പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കി കിടക്കുന്ന സുധീഷ് മനസ്സിൽ പറയുന്നു, സുധീഷെ, സിമ്പതി വർക്കൗട്ട് ആകുന്നുണ്ട്, എങ്ങനെയും സ്കോർ ചെയ്യണം. തുടർന്ന് ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് വന്ന നീതു രാത്രി ഫോൺ എടുത്ത് സംസാരിക്കാത്തതിന്റെ പേരിൽ വഴക്കുണ്ടാക്കുകയാണ്. ഹരീഷും ദേഷ്യത്തോടുകൂടി നീതുവിനോട് സംസാരിക്കുകയാണ്. മനുഷ്യരൊരു ടെൻഷനിലാണെന്നറിയാതെ വെറുതെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. ടെൻഷനിലാണെന്ന് പറഞ്ഞാലോ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കണം, അത് പറ്റുന്ന കാര്യമാണോ? ഇങ്ങനെ ഒരാളെ കോൾ ചെയ്ത് ടോർച്ചർ ചെയ്തോണ്ടിരിക്കാമോ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് ജോലിയുണ്ട്, രാവിലെ സംസാരിക്കാമെന്ന്, പക്ഷേ ഭ്രാന്ത് പിടിച്ചതുപോലെ നീ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയും സംസാരിക്കുന്ന പറയുകയുമായിരുന്നു. നോക്ക്, ഇതാണ് നിന്റെ സ്വഭാവമെങ്കിൽ ഇത് ശരിയാകില്ല നീതു. ഞാൻ രാവിലെ കടയിലേക്ക് വരില്ലേ, അപ്പൊ നിന്നെ കാണില്ലേ, അപ്പൊ നീ എന്നോട് സംസാരിച്ച പോരെ? ഇങ്ങനാണോ ഒരു മനുഷ്യനെ ടോർച്ചർ ചെയ്യുന്നത്? മതിയായി എനിക്ക്, ഇതൊന്നും എനിക്ക് സെറ്റ് ആകില്ല. ആദ്യം നീ ഇവിടുന്ന് പോകാൻ നോക്ക്, പോടി. നീ ശരിക്കും പറയുന്നതാണോന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, അതെ, ഞാൻ ശരിക്കും പറയുന്നതാ, ആദ്യം നീ ഇവിടുന്ന് പോകാൻ നോക്ക്. നീതു പറയുന്നു, ഞാൻ ഇപ്പൊ പോയാൽ പിന്നെ തിരിച്ചു വരില്ല. കൈകുപ്പി ഹരീഷ് പറയുന്നു, നീ തിരിച്ചു വരികയേ വേണ്ട, ഒന്ന് പോയി തന്നാ മതി. നീതു ചോദിക്കുന്നു, ഓഹോ, എന്നെ വേണ്ടാന്ന് തീരുമാനിച്ചു അല്ലേ? ഹരീഷ് പറയുകയാണ്, അതെടി, നിന്നെ വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു, പോടി. കരഞ്ഞുകൊണ്ട് നീതു പറയുന്നു, എനിക്ക് ഇത് തന്നെ വേണം. അന്ന് എന്റെ അച്ഛൻ
പറഞ്ഞതാ ആ മെക്കാനിക്കിനെ വിശ്വസിക്കരുതെന്ന്. ഞാനത് കേട്ടില്ല. ഒരു നായയെ പോലെ നിന്റെ പിന്നാലെ ഞാൻ വന്നു. ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല നിന്നെ കാണാൻ. പോടാന്ന് പറഞ്ഞ് നീതു കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ജോലി സ്ഥലത്ത് സുഭാഷും ബയ്യയും ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ്. ബയ്യയ്ക്ക് ഭക്ഷണവുമായി അവിടേക്ക് വരികയാണ് സഹോദരി. സുഭാഷ് ചോദിക്കുന്നു, ഇന്നും അതേ ചോറും ചപ്പാത്തിയാണോ? ചോറിന് എന്താ ഹിന്ദിയിൽ പറയുന്നത്? ചാവലല്ലേ? ആ പെൺകുട്ടി സുഭാഷിനും ഭക്ഷണം എടുത്ത് കൊടുക്കുകയാണ്. സുഭാഷ് പറയുന്നു, വേണ്ട, ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് ബിരിയാണിയാ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയ ബിരിയാണിയാ, കഴിച്ചു നോക്ക്. ആ ബിരിയാണി വാങ്ങിച്ചിട്ട് പെൺകുട്ടി ഹിന്ദിയിൽ ചോദിക്കുന്നു, സുഭാഷിന്റെ വീട്ടിൽ സ്ത്രീകൾ ആരും ഇല്ലേന്ന്. ബയ്യ പറയുകയാണ്, ബയ്യയുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പെണ്ണ് നോക്കുന്നുണ്ട്. പക്ഷേ ബയ്യക്ക് കുക്കിംഗ് ഒരുപാട് ഇഷ്ടമാണ്. അതാ ദിവസവും ബയ്യ തന്നെ കുക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി ഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. ഭക്ഷണം നന്നായിട്ടുണ്ടെന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഇതും നന്നായിട്ടുണ്ട്. ആ പെൺകുട്ടി ധന്യവാദം എന്ന് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, ധന്യവാദം എന്ന് പറഞ്ഞാൽ ഹിന്ദിയില് നന്ദി എന്നല്ലേ? അതേന്ന് ബയ്യ പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഞാൻ കറക്റ്റ് ആയിട്ടല്ലേ പറഞ്ഞത്. ഇനിയും കുറച്ചുനാള് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാൽ ഞാനും ഹിന്ദി പഠിക്കുമെന്നാ തോന്നുന്നത്. കുട്ടിക്ക് ഈ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ പെൺകുട്ടി പറയുന്നു, വളരെ നന്നായിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സുഭാഷ് പറയുകയാണ്, ഇവിടെ വെയിൽ കൂടുതലാണെന്ന് തോന്നുന്നല്ലേ? ആ പെൺകുട്ടി പറയുന്നു, ഇവിടെ അത്രയ്ക്ക് വെയിലൊന്നുമില്ല, ഞങ്ങളുടെ നാട്ടിൽ ഇതിലും വെയിലാ. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി തമിഴിലും ഹിന്ദിയിലും ഒക്കെ സംസാരിക്കുകയാണ്. തുടർന്ന് ഉറങ്ങിക്കിടക്കുന്ന നികേഷിന്റെ അരികിലേക്ക് വന്ന് നെറ്റിയിൽ തൊട്ടു നോക്കി നിധി മനസ്സിൽ പറയുന്നു, ഇപ്പോഴും നല്ല ചൂടുണ്ടല്ലോ. അങ്ങനെ നിധി ഹോളിലേക്ക് വരുമ്പോൾ സുധീഷ് നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ്. സുധീഷിനെ നോക്കി നിധി മനസ്സിൽ പറയുന്നു, ക്ഷീണിച്ച് ഉറങ്ങുകയാണല്ലോ, എങ്ങനെ വിളിക്കുക? അങ്ങനെ നിധി ഭാസ്കരന്റെ അരികിലേക്ക് വരികയാണ്. പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാസ്കരൻ. അമ്മായി അച്ഛനെ കൊന്ന മരുമകൾ. അങ്ങനെ ആ വാർത്ത വായിക്കുന്ന ഭാസ്കരന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് നിധി. നിധി അച്ഛാന്ന് വിളിക്കുമ്പോൾ ഭയത്തോടുകൂടി ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ മോളെ? നിധി ചോദിക്കുന്നു, എനിക്കൊരു ഉപകാരം ചെയ്യുമോ? എന്താ വേണ്ടതെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഗുളിക വാങ്ങിച്ചോണ്ട് വരുമോ? ഭാസ്കരൻ ചോദിക്കുന്നു, ഗുളികയോ? എന്തു ഗുളിക? നിധി ചോദിക്കുന്നു, ഞാൻ പറഞ്ഞാ വാങ്ങിച്ചോണ്ട് വരുമോ അതോ പേപ്പറിൽ എഴുതി തരണോ? ഭാസ്കരൻ ചോദിക്കുന്നു, ഞാൻ എന്താ ഡോക്ടറാണോ? പറഞ്ഞാൽ ഉടനെ ഓർമ്മയിൽ വെക്കാൻ എഴുതിത്താ. ശരി എന്ന് പറഞ്ഞ നിധി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് മരുന്നിന്റെ പേരെഴുതി നിധി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, ആർക്കാ ഗുളിക? നിധി പറയുന്നു, നികേഷിനാ, നല്ല പനിയുണ്ട്. ടെൻഷനോടുകൂടി ഭാസ്കരൻ ചോദിക്കുന്നു, പനിയോ? ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. നിധി പറയുന്നു, അച്ഛാ വീട്ടില് കോഫി പൗഡർ ഇല്ല, അതും കൂടി വാങ്ങിച്ചോണ്ട് വരുമോ? ശരി, വാങ്ങിച്ചോണ്ട് വരാമെന്ന ഭാസ്കരൻ പറയുമ്പോൾ നിധി ചോദിക്കാണ്, കാശ് വാങ്ങാതെ പോവുകയാണോ? തിരികെയെന്ന ഭാസ്കരൻ പറയുന്നു, കാശ് ഒരുപാടുണ്ടെങ്കിൽ മോളുടെ അക്കൗണ്ടിൽ ബാങ്കിലിട്, എന്റെ കയ്യിൽ കാശുണ്ട്, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അങ്ങനെ ഭാസ്കരൻ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് നിധി തുണി കഴുകി വിരിക്കുമ്പോൾ അവിടേക്ക് കോഫി പൗഡറും ഗുളികയൊക്കെയായി വരികയാണ് ഭാസ്കരൻ. നിധി അത് വാങ്ങുമ്പോൾ ഒരു ചോക്ലേറ്റ് എടുത്ത് നിധിയുടെ നേരെ നീട്ടുകയാണ് ഭാസ്കരൻ. സന്തോഷത്തോടു കൂടി ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് നിധി അത് വാങ്ങുമ്പോൾ ഭാസ്കരൻ പറയുന്നു, നിനക്ക് വേണ്ടി ഒന്നും വാങ്ങിയതല്ല, കടയിൽ ചില്ലറ ഇല്ലാത്തത് കൊണ്ട് വാങ്ങിയതാ. ശരിയെന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, മോളെ പനി വന്നാൽ ഉടനെ ഗുളിക കൊടുക്കരുത്, ശരീരം തന്നെ പനി കുറച്ചോടും. ഈ ഭാസ്കരനൊക്കെ പനിക്ക് ഗുളിക കഴിച്ചിട്ട് എത്ര വർഷമായെന്നറിയുമോ? ഗുളിക കഴിച്ച് ശരീരം നശിപ്പിക്കരുത്. നിധി പറയുന്നു, ഇത്രയ്ക്ക് ശരീരത്തെ കുറിച്ചൊക്കെ ചിന്തയുള്ള ആൾ ദിവസവും കുടിക്കുന്നുണ്ടല്ലോ. ഭാസ്കരൻ പറയുന്നു, അതിനെ പറ്റിയൊന്നും നീ സംസാരിക്കണ്ട, ഡോണ്ട് ടോക്ക് അബൌട്ട് ദാറ്റ്. അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാ. ഇവനെ പോലെ തന്നെ ഇവന്റെ അമ്മയ്ക്കും ഇടയ്ക്കിടയ്ക്ക് പനി വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അവളുടെ നാട്ടിൽ നിന്നും ഇവിടെ വരുന്നതിന് 6 ദിവസം എടുക്കും. ആ 6 ദിവസത്തിൽ 40 പ്രാവശ്യം അവൾക്ക് പനി വരും. എന്നെ പെടാപ്പാട് പെടുത്തി. നിധി സംശയത്തോടു കൂടി ഭാസ്കരനെ നോക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഗുളിക കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് എന്റെ മുഖത്തോട്ട് നോക്കി നിൽക്കുകയാണ്. കൊടുക്ക്. നിധി പറയുകയാണ്, ഗുളികയൊക്കെ കൊടുക്കാം. നികേഷിന്റെ അമ്മയെ എവിടെ നിന്നാ കൂട്ടിക്കൊണ്ട് വന്നത്? ഇത് കേട്ട് നിധിയെ നോക്കിയിട്ട് ഭാസ്കരൻ പറയുകയാണ്, അവൾ ഏത് നാട്ടിലാണെന്നോ ഉണ്ടായിരുന്നത് ആ നാട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നു. നിധി ചോദിക്കാണ്, അവരുമായിട്ട് എങ്ങനെയാ പരിചയം? ഭാസ്കരൻ ചോദിക്കാണ്, അതറിഞ്ഞിട്ട് നിനക്ക് എന്തിനാ? നിധി പറയുകയാണ്, ശരി, അവരുടെ പേരെന്തുവായിരുന്നു? ഭാസ്കരൻ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ നിധി പറയുകയാണ്, ശരി, പേര് പറയാൻ വയ്യെങ്കിൽ പറയണ്ട. അവരിപ്പം ജീവനോടെ ഉണ്ടോ? ഇവിടുന്ന് പോയി എന്ന് എനിക്കറിയാം. അവരെവിടേക്കാ പോയത്? ജീവനോടെ ഉണ്ടോ? അതൊക്കെ അച്ഛൻ അറിയുമോ? ഭാസ്കരൻ ദേഷ്യത്തോടു കൂടി നിധിയെ നോക്കുമ്പോൾ നിധി പറയുകയാണ്, പ്ലീസ്, അവർക്ക് എന്തു പറ്റി? അതെങ്കിലും പറ. ഭാസ്കരൻ ചോദിക്കുന്നു, കഥ കേൾക്കാൻ നിനക്ക് ഒരുപാട് ഇഷ്ടമാണോ? നിധി പറയുകയാണ്, അങ്ങനെയല്ല, ഒരു കാര്യത്തെ പറ്റി അറിഞ്ഞില്ലേ, അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഒരു ആകാംക്ഷ കാണില്ലേ, അതുകൊണ്ടാ ചോദിച്ചത്. അവരിപ്പോ എവിടെയുണ്ട്? ഭാസ്കരൻ പറയുകയാണ്, ഒരു വാക്ക് പറഞ്ഞാൽ മതി, അതേ പിടിച്ച് കഥ ചോദിക്കാൻ തുടങ്ങും. പറയാൻ പറ്റില്ല. ഗുളിക വാങ്ങിച്ചോണ്ട് വരാനല്ലേ പറഞ്ഞത്? വാങ്ങിച്ചോണ്ട് വന്ന് തന്നല്ലോ, അത്രേ മതി, എന്നോടൊന്നും ചോദിക്കാൻ പാടില്ല. നിധി പറയുന്നു, ഈ കഥ ഒരു ദിവസം അച്ഛൻ തന്നെ എന്നോട് പറയും, അച്ഛനെ കൂടി ഞാൻ പറയിപ്പിക്കും. ഭാസ്കരൻ പറയുകയാണ്, പറയും, കാത്തിരുന്നു. നിധി പറയുന്നു, ഒരു ദിവസം എന്റെ അരികിലിരുന്ന് എല്ലാ കഥയും പറയും, ഞാനും എല്ലാ സത്യങ്ങളും അറിയും. അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ ഭാസ്കരൻ മനസ്സിൽ പറയുകയാണ്, ഇവളെന്താ അത് തന്നെ
തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് നികേഷിന് ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ് നിധി. ഗുളിക കഴിച്ചുകൊണ്ട് കുറവുണ്ടെന്ന് പറയുകയാണ് നികേഷ്. ഈ സമയം അവിടേക്ക് വരികയാണ് നീതു. സന്തോഷത്തോടുകൂടി നിധി പറയുന്നു, വാ നീതു, അകത്തേക്ക് കയറി വാ. അകത്തേക്കൊന്ന് നോക്കിയിട്ട് നീതു ചോദിക്കുന്നു, ഹരീഷ് ഇവിടെ ഉണ്ടോ? നിധി പറയുകയാണ്, ഇല്ല, അകത്തേക്ക് കയറി വാ. നീതുവിനെ കണ്ട് ഹായ് പറയുകയാണ് നികേഷ്. നീതു നിധിയോട് ചോദിക്കുന്നു, ചേച്ചിക്ക് എന്നെ അറിയില്ലേ? നിധി പറയുകയാണ്, അറിയാം, അന്ന് ഇവിടെ വന്നായിരുന്നല്ലോ. നീതു അല്ലേ? കോഫി എടുക്കട്ടെ? കോഫി എടുക്കുന്ന നീതു പറയുമ്പോൾ നിധി കോഫി എടുക്കാനായി അടുക്കളയിലേക്ക് പോവുകയാണ്. നികേഷിനെ ഒന്ന് നോക്കിയിട്ട് നീതു ചോദിക്കുന്നു, എന്താ നികേഷ്, നിനക്ക് വയ്യേ? മുഖമൊക്കെ ഡള്ളായിട്ടിരിക്കുന്നു. നികേഷ് പറയുന്നു, ഫീവർ. ഗുളികയൊക്കെ കഴിച്ചു വന്ന നീതു ചോദിക്കുമ്പോൾ നികേഷ് പറയുന്നു, ഗുളികയൊക്കെ കഴിച്ചു, എങ്കിലും ക്ഷീണമുണ്ട്. തുടർന്ന് നിധി കോഫിയുമായി അവിടേക്ക് വരികയാണ്. കോഫി വാങ്ങിച്ച് നീതു ചോദിക്കുന്നു, ചേച്ചിക്ക് സുഖമാണോ? നിധി പറയുകയാണ്, എനിക്ക് സുഖമാണ്. നീതുവിന് സുഖമാണോ? അപ്പൊ നീതു പറയുകയാണ്, ഓക്കെ. നികേഷ് ചോദിക്കുന്നു, എന്തു പറ്റി? പിന്നെയും ഹരീഷ് ചേട്ടനുമായിട്ട് വഴക്കുണ്ടാക്കിയോ? നിധി ചോദിക്കുകയാണ്, എന്താ, ഞാൻ വരുന്നത് നിന്റെ ചേട്ടനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണോ? നികേഷ് പറയുകയാണ്, ഞാൻ ചുമ്മാ ചോദിച്ചതാ. നേരത്തെ ഇവിടെ വന്നത് ഹരീഷ് ചേട്ടനെ കുറിച്ച് കംപ്ലൈന്റ് പറയാനായിരുന്നല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി വീട്ടിൽ പോയപ്പോൾ ഹരീഷ് ചേട്ടൻ 24 മണിക്കൂറും നീതുവിനോട് സംസാരിക്കുകയായിരുന്നു. ഹരീഷ് ചേട്ടനെ വരെ പ്രണയിക്കാൻ പഠിപ്പിച്ച ആളായിരിക്കുന്നത്. നിധു പറയുന്നു, അതെ, 24 മണിക്കൂറും സംസാരിച്ചോണ്ടിരിക്കും. നീയാണോ കണ്ടുവച്ചത്? നികേഷ് ചോദിക്കുന്നു, ഞാനെന്തിനാ കണ്ടുവയ്ക്കുന്നത്? നീതു പറയുന്നു, ചേച്ചി, ഇവന്റെ ചേട്ടൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സംസാരം നിർത്തി. ഒരാഴ്ച നന്നായിട്ട് സംസാരിച്ചത്, ഇപ്പൊ സംസാരിക്കാറേ ഇല്ല. പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കാതിരിക്കുമ്പോൾ വിഷമം തോന്നില്ലേ? എന്നോട് സംസാരിച്ചിട്ട് ഹരീഷ് ഉറങ്ങാറുള്ളായിരുന്നു. 2 ദിവസത്തിന് മുമ്പ് ഞാൻ കോൾ ചെയ്തു, കട്ട് ചെയ്ത് വിടുമായിരുന്നു. ഞാനും വിട്ടുകൊടുത്തില്ല, വീണ്ടും വീണ്ടും വിളിച്ചോണ്ടേയിരുന്നു. ഫോൺ എടുത്ത് എന്നെ വഴക്ക് പറഞ്ഞിട്ട് ഫോൺ ഓഫ് ചെയ്തു. അടുത്ത ദിവസം പോലും ഫോൺ ഓൺ ചെയ്തില്ല. കടയിൽ ചെന്നപ്പോൾ അവിടെയും ഹരീഷ് ഇല്ല. ഇന്ന് ഞാൻ അവനെ അന്വേഷിച്ച് കടയിൽ ചെന്നപ്പോൾ ഒന്നും നടക്കാത്തതുപോലെ അവിടെ ജോലി ചെയ്തോണ്ടിരിക്കുന്നു. എന്തിനാ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു. 2 ദിവസം ഹരീഷ് എവിടെയാണ്, എന്താ സംഭവിച്ചേ ഒന്നും അറിയാതെ ഞാൻ എന്തോരം വിഷമിച്ചു. അതൊന്നും മനസ്സിലാക്കാതെ എന്നെ വഴക്ക് പറഞ്ഞ് എന്നെ കാണാൻ വരരുതെന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഞാൻ എന്താ ചെയ്തത്? നികേഷ് ചോദിക്കുന്നു, അപ്പം അന്ന് ഹരീഷ് ഏട്ടന്റെ ഫോണിലേക്ക് അത്രയും കോൾ ചെയ്തത് നിങ്ങളായിരുന്നു? ഏട്ടത്തി, അന്ന് രാത്രി ഞങ്ങള് തക്കലയിലേക്ക് വന്നില്ലേ, അപ്പൊ ഹരീഷ് ഏട്ടന്റെ ഫോണിലേക്ക് കോള് വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഹരീഷ് ഏട്ടൻ നല്ല ടെൻഷനായി നിൽക്കുകയായിരുന്നു. നീതു ചോദിക്കുന്നു, നിങ്ങൾ തക്കലയ്ക്ക് പോയോ? നിധി ചോദിക്കാണ്, വീട്ടിൽ നടന്ന പ്രശ്നങ്ങളൊന്നും നീതുവിനോട് പറഞ്ഞില്ലേ ഹരീഷ്? എന്ത് പ്രശ്നമെന്നാ നീതു ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഞാനും സുധീഷും എന്റെ വീട്ടിലേക്ക് പോയിരുന്നു. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി പറയണോ? നിധി പറയുകയാണ്, നീതു ഹരീഷിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാ. ഹരീഷ് ഒന്നും പറഞ്ഞില്ലേ? നീതു പറയുകയാണ്, ഇല്ല, 2 ദിവസത്തിന് ശേഷം ഇന്നാ ഞാൻ ഹരീഷിനെ കാണുന്നത്. കണ്ട ഉടനെ എന്നെ ദേഷ്യപ്പെട്ട് ഓടിച്ചു. നിധി പറയുന്നു, എന്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, അതുകൊണ്ട് വീട്ടിലെല്ലാവരും വല്ലാത്ത ടെൻഷനിലായിരുന്നു. ഇതെനിക്ക് എങ്ങനെ പറയണോന്നറിയില്ല. എന്റെ അച്ഛൻ സുധീഷിനെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്റെ മുന്നിൽ വലിയ ഡ്രാമ കളിച്ചു. സുധീഷ് എവിടെയാണെന്നറിയാതെ ഇവരെല്ലാവരും ടെൻഷനിലായിരുന്നു. സുധീഷിനെ അന്വേഷിച്ച അന്നിവർ തക്കലയിലേക്ക് വന്നു. ഹരീഷ് മാത്രമല്ല, സുഭാഷ് ഏട്ടനും നികേഷുമെല്ലാം. ഇവരവിടെ വന്നതുകൊണ്ട് സുധീഷിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. പിന്നീട് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് വന്നു. നികേഷ് പറയുന്നു, സിനിമയിലെ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടാണ് ഞങ്ങൾ സുധീഷ് ഏട്ടനെ കണ്ടെത്തിയത്. നീതു പറയുന്നു, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഹരീഷ് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല, പറയാൻ സമ്മതിച്ചു കാണില്ല എന്ന് നികേഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ഹരീഷിനെ തെറ്റിദ്ധരിക്കണ്ട. വീട്ടിൽ നടന്ന പ്രശ്നം കാരണം നീതുവിനോട് സംസാരിക്കാൻ കഴിഞ്ഞു കാണില്ല. കഴിഞ്ഞ 2 ദിവസം ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരാഴ്ച നന്നായിട്ട് സംസാരിച്ചിട്ട് പിന്നീട് സംസാരിക്കാത്തതുകൊണ്ട് ഹരീഷിനെ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ നീതു. ഹരീഷിന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. നീതു പറയുന്നു, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, സോറി. നിധി പറയുന്നു, സാരമില്ല നീതു, ഹരീഷിന്റെ ക്യാരക്ടർ നീതുവിന് അറിയാവുന്നതല്ലേ, പെട്ടെന്ന് ഓപ്പണായി സംസാരിക്കുന്ന ആളല്ല. നീതു പറയുകയാണ്, അറിയാം, പക്ഷേ ഹരീഷ് എന്നോട് 2 ദിവസം സംസാരിച്ചില്ലല്ലോ, ഞാൻ വല്ലാതായിപ്പോയി. ആ ദേഷ്യത്തില് ഞാൻ കുറച്ച് ഓവറായിട്ട് സംസാരിച്ചു. ഇപ്പൊ ഓക്കെ ആയില്ലേന്ന് നിധി ചോദിക്കുമ്പോൾ നീതു പറയുകയാണ്, ഇപ്പോഴല്ലേ എന്താ ഏതാന്നൊക്കെ മനസ്സിലായത്. ഇപ്പൊ ഞാനും ഓക്കെയാ. പിന്നെ ഈ കോഫിയില് ഇത്രയും കോഫി പൗഡർ ഒന്നും ഇടണ്ട, കഴിക്കുന്നുണ്ട്, അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ടില്ല. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തിക്ക് മതിയായോ? നീതു പറയുന്നു, അടുത്ത പ്രാവശ്യം വരുമ്പോൾ എങ്ങനെ നല്ലൊരു കോഫി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് കേട്ട് നിധി തലയാട്ടുമ്പോൾ നീതു പറയുന്നു, എടാ നികേഷ്, ഇത് അവിടെ വെക്ക്. നികേഷ് കോഫി ഗ്ലാസ് വാങ്ങുമ്പോൾ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നിധിയെ നോക്കി പുഞ്ചിരിച്ച് നീതു ഓടുന്ന് പോവുകയാണ്. നികേഷ് പറയുന്നു, അഹങ്കാരം കണ്ടില്ല ഏട്ടത്തി, ചുമ്മാതല്ല ഹരീഷ് ഏട്ടൻ ഇവളോട് മിണ്ടാത്തത്. പുഞ്ചിരിച്ച് നിധി പറയുന്നു, വിട്ടേരടാ. നികേഷ് പറയുന്നു, ഏട്ടത്തി കോഫി സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ നികേഷ് കോഫി കുടിക്കുമ്പോൾ പുഞ്ചിരിച്ച് നികേഷിനെ നോക്കുകയാണ് നിധി. തുടർന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന ഹരീഷും സുഭാഷും നികേഷിന് പനി എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കുകയാണ്. നെറ്റിയിൽ തൊട്ട് നോക്കിയിട്ട് സുഭാഷ് പറയുന്നു, പനി മാറി, ചൂടൊന്നും ഇല്ല ഇപ്പോൾ. നികേഷ് പറയുന്നു, ചൂടൊക്കെ മാറി സുഭാഷ് ഏട്ടാ, ഏട്ടത്തി ഗുളിക തന്നായിരുന്നു. ഇന്ന് ഫുൾ ഡേ എന്റെ കൂടെ ഇരുന്ന് എന്നെ ശുശ്രൂഷിക്കുകയായിരുന്നു ഏട്ടത്തി. ഈ സമയം നിധിയുടെ
ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞ നിധി റൂമിലേക്ക് പോകുന്നു. നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ, ഏട്ടത്തി എന്നെ നന്നായി നോക്കി. കൃത്യസമയത്ത് ഭക്ഷണം, മരുന്ന്, ഉറക്കം ഉണർന്ന ഉടനെ കോഫിയൊക്കെ തന്നിട്ട് പനി കുറഞ്ഞുവെന്ന് നെറ്റിയിലൊക്കെ തൊട്ടു നോക്കി. പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാടാ. തുടർന്ന് ഹരീഷും നികേഷും സംസാരിച്ചിരിക്കുമ്പോൾ അവിടേക്ക് വരികയാണ് നിധി. ഹരീഷ് ചോദിക്കുന്നു, ഏട്ടത്തി, ഇന്ന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നല്ലേ, എന്ത് ജോലി എന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയും ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയും വന്നില്ലേ. നിധി പറയുന്നു, ഓ അങ്ങനെ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. എന്താ നാളെ മുതൽ ഷെയർ ചെയ്യുന്നുണ്ടോ? സുഭാഷ് ഏട്ടൻ എന്തിയെ? സുഭാഷ് ഏട്ടൻ ഫ്രഷ് ആകാൻ പോയി എന്ന് ഹരീഷ് പറയുമ്പോൾ ചുറ്റും നോക്കിയിട്ട് നിധി ചോദിക്കുന്നു, നീതുമായിട്ട് വഴക്കാണോ? ഞെട്ടി ഹരീഷ് ചോദിക്കുന്നു, ഏട്ടത്തി എങ്ങനെ അറിഞ്ഞു? നിധി പറയുകയാണ്, സാധാരണ പോലെ നീതു വീട്ടിൽ വന്ന എല്ലാം പറഞ്ഞിട്ട് പോയി. ഹരീഷ് പറയുകയാണ്, അവൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. നീതു ചോദിക്കുന്നു, വീണ്ടും പ്രശ്നമാണോ? ഹരീഷ് പറയുന്നു, വഴക്കൊന്നുമല്ല, ഞാൻ തനിച്ചായിരുന്നപ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്തോരം ചോദ്യങ്ങളാ, മറുപടി പറഞ്ഞാൽ മടുത്തു, പറ്റുന്നില്ല. നിധി പറയുന്നു, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് നീതുവിന് അറിയില്ലായിരുന്നല്ലോ. ഹരീഷ് ഫോൺ എടുത്തുമില്ല. നടന്ന കാര്യങ്ങൾ നീതുവിനോട് പറഞ്ഞാലല്ലേ അവൾക്ക് അറിയാൻ പറ്റൂ. നമ്മളോട് നന്നായി സംസാരിക്കുന്ന ഒരാൾ പെട്ടെന്ന് സംസാരിക്കാതെ ആവുമ്പോൾ ഒരു വിഷമം തോന്നില്ലേ? നീതുവിന് അത് ഭയം കൂടിയായി, ഹരീഷിനെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. ഹരീഷ് പറയുകയാണ്, നടന്ന കാര്യം പറയാൻ അവൾ എനിക്ക് സമയം തന്നില്ല, പിന്നെ എങ്ങനെ പറയാനാ, നാളെ പറയാം. നിധി പറയുന്നു, പെൺകുട്ടികൾ ഇങ്ങനെയാ, പെട്ടെന്ന് സംസാരിക്കാതാകുമ്പോൾ ദേഷ്യപ്പെടും. ഹരീഷിന്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാകും, പക്ഷെ ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും നീതുവിനെ പോലെ ആയിരിക്കും റിയാക്ട് ചെയ്യുക. നീതുവിന്റെ ഭാഗത്ത് ഒന്ന് ചിന്തിച്ചു നോക്ക്, 2 ദിവസമായിട്ട് ഫോൺ സ്വിച്ച് ഓഫ്. എന്തിനാണ് ഹരീഷ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതെന്നും പറഞ്ഞിട്ടില്ല. അതിന് ദേഷ്യപ്പെടുകയല്ലേ ഉള്ളൂ. ഒരു പ്രശ്നമില്ല, നാളെ നീതു കടയിലേക്ക് വരുമ്പോൾ സ്നേഹത്തോടുകൂടി സംസാരിക്കുക, നടന്ന കാര്യങ്ങളെല്ലാം പറ. നികേഷ് ചോദിക്കണം, എന്തിനാ ഏട്ടത്തി? ഏട്ടത്തി തന്നെ നീതുവിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. ഹരീഷ് പറയുകയാണ്, ഏട്ടത്തിക്ക് ഇവിടെ ഒരുപാട് ജോലിയുണ്ട്, അതിനിടയിൽ നീതുവും വന്നിട്ട് പോയി, സോറി ഏട്ടത്തി, നീതു ഇവിടെ വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിധി പറയുന്നു, അത് സാരമില്ല ഹരീഷേ, നീതുവിന്റെ ടെൻഷൻ കൊണ്ടാ ഇവിടെ വന്നത്, അതിനെപ്പറ്റിയൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, ഇതൊക്കെ സാധാരണ കാര്യമല്ലേ, ഒന്ന് നന്നായി സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ശരി ഏട്ടത്തി എന്ന് പറഞ്ഞ ഹരീഷ് അകത്തേക്ക് പോവുകയാണ്. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി എത്ര കാലം ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും? നീ എന്താണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, എപ്പോ അവരുടെ ഇടയിൽ വഴക്കുണ്ടായാലും ഏട്ടത്തി നീതുവിനോട് ഹരീഷ് ഏട്ടന്റെ സ്വഭാവത്തെ പറ്റി സംസാരിക്കും, അതേപോലെ ഹരീഷ് ഏട്ടനോട് നീതുവിന്റെ സ്വഭാവത്തെ പറ്റിയും സംസാരിക്കും. അതെന്തിനാണെന്നാ ചോദിച്ചത്. നിധി പറയുകയാണ്, നീതു ഒരുപാട് സംസാരിക്കുന്ന കുട്ടിയാ, ഹരീഷ് ആണെങ്കിൽ അങ്ങനെ തുറന്ന് സംസാരിക്കുന്ന ആളല്ല, അതാ ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നത്. നികേഷ് പറയുകയാണ്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ അനുസരിച്ച് ഇവർ എത്ര നാള് റിലേഷൻഷിപ്പിൽ ഇരുന്നാലും അത്രയും നാളും അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഏട്ടത്തി നടക്കണമെന്ന് തോന്നുന്നു. ഒരുപാട് ടഫായിട്ടുള്ള ജോബാ ഏട്ടത്തി അത്. ഇത് കേട്ട് നിധി ചിരിക്കുകയാണ്. നികേഷ് ചിരിച്ചുകൊണ്ട് നിധിയെ നോക്കുന്നു. തുടർന്നുള്ള റിവ്യൂമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.